ഹലോ എവരി വൺ. ഐ+ൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ജാനുവരി 2026 സെറ്റ് ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തത് 47th ക്വസ്റ്റ്യൻ വരെയായിരുന്നു. മൂവിങ് ഓൺ ടു ദ 48th ക്വസ്റ്റ്യൻ. The electron density in metal A is twice that in metal B at absolute zero. Compare their Fermi energies. അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഫെർമി എനർജിയും തന്നിട്ടുണ്ട്. ഫെർമി എനർജി ഇലക്ട്രോൺ ഡെൻസിറ്റിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ ഇവിടെ തന്നെ ചെയ്യാം. ഓക്കെ, ഫെർമി എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നെന്ന് എഴുതാം കേട്ടോ. ഇലക്ട്രോൺ ഡെൻസിറ്റീനെ ഫെർമി എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഡെൻസിറ്റി റേസ് ടു 2/3 ആണ്. ഓക്കെ, മെറ്റൽ എയുടെ കാര്യം നോക്കാം. അതായത് ഫെർമി എനർജി ഓഫ് ഇലക്ട്രോൺ എ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ മെറ്റൽ ഈസ് ട്വൈസ് ദാറ്റ് ഇൻ മെറ്റൽ ബി. അതായത് ഈ വാക്ക് ട്വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബിയിലുള്ള എത്രയാണോ അതിൻ്റെ ട്വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതിനെ 2 times എന്നെന്ന് എടുക്കാം, റേസ് ടു 2/3. അടുത്തത് ഇനി ബിയുടെ കാര്യം എഴുതിയാലോ. ഫെർമി എനർജി അറ്റ് ബി സെക് ഓഫ് ബി ഇലക്ട്രോൺ, അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, n റേസ് ടു 2/3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ റേഷ്യോ അല്ലേ ചോദിച്ചേക്കുന്നത്. കമ്പയർ ദെയർ ഫെർമി എനർജീസ്. രണ്ടും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോഴത്തേന് n റേസ് ടു 2/3 n റേസ് ടു 2/3 കട്ടായി പോയാൽ 2 റേസ് ടു 2/3 1 എന്ന് വരും. 2 റേസ് ടു 2/3 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ. 2 raised to 2/3. The 49th question. Identify the correct London penetration depth temperature graph. അതായത് ടെമ്പറേച്ചറും ലണ്ടൻ പെനട്രേഷനും ഡെപ്തും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഗ്രാഫ്. നമുക്കറിയാം എന്തായാലും ഇൻക്രീസ് ചെയ്യാമെന്ന് മനസ്സിലാവും. പക്ഷേ അത് റാപ്പിഡ് ഇൻക്രീസ് ആണോ അതോ പതുക്കെയാണോ കൂടുന്നതെന്നുള്ളതാണ് പഠിച്ചു വെക്കേണ്ടത്. അത് പതുക്കെ കൂടുകയുള്ളൂ. അതായത് കുഞ്ഞു ടെമ്പറേച്ചറിലാണെങ്കിൽ പോലും സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സിസ്റ്റ് ചെയ്യും. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ കുറേ കൂടുതൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മാത്രമേ സൂപ്പർ കണ്ടക്ടിവിറ്റി കുറഞ്ഞ് മാഗ്നറ്റിക് ഫ്ലക്സ് പെനട്രേറ്റ് ചെയ്യുള്ളൂ അതിനകത്തോട്ട്. സോ അതിൻ്റെ ആ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റഡി ഇൻക്രീസ് അല്ല, പതുക്കെ അത് കൂടുള്ളൂ. ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കഴിഞ്ഞതിന് ശേഷം അത് റാപ്പിഡായിട്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുകയുള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ആൻസർ ബി. ദ എനർജി ഡിസ്പേർഷൻ റിലേഷൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ഇത് എപ്പോഴും ചെയ്ത ആൻസർ കിട്ടുന്ന വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. The energy dispersion relation for a certain electronic band near a critical point is modeled as a function of crystal momentum magnitude k by the expression A of k is equal to ak square minus bk raised to 4, where A and B are positive constants. What is the maximum energy of the electrons and at what value of k does this maximum occur? നമ്മളോട് ഇവർ പറഞ്ഞേക്കുന്നത് ഈ കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ കാര്യം കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഏത് കെയുടെ വാല്യൂലാണ് ഈ മാക്സിമം എനർജി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ എനർജിയുടെ ഒരു ഇക്വേഷൻ വരികയാണെങ്കിൽ കെയും അതിനകത്തുണ്ടെങ്കിൽ കണ്ണടച്ച് ചിന്തിച്ച് വെച്ചാൽ DE/dk = 0 ആയിരിക്കും. ഓക്കെ, അതിൽ നിന്നാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, ഞാനത് ചെയ്താണ് കേട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 50. ക്വസ്റ്റ്യൻ നമ്പർ 50. ഒരു സെക്കൻഡ്, ഞാൻ ഇ ഓഫ് കെ എന്ന് എഴുതുവാണേ. അപ്പം ഇ ഓഫ് കെ ഈസ് ഈക്വൽ ടു AK സ്ക്വയർ മൈനസ് BK റേസ് ടു 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം DE/dk = 0 ചെയ്യണം. ഓക്കെ, ഇത് ചെയ്താലോ നമുക്ക്. അപ്പം എന്താ വരാൻ പോണേ? 2AK മൈനസ് 4BK ക്യൂബ് = 0 എന്ന് വരും. അതായത് 2AK = 4BK ക്യൂബ്. ആരൊക്കെ വെട്ടിപ്പോവും? സ്ക്വയറായി മാറും. അപ്പം A = BK സ്ക്വയർ, therefore K = root of A/B.
പ്ലസ് ഓർ മൈനസ് എ ബൈ ബി എന്ന് വരും. ഓക്കെ, എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ ഞാൻ? ഇവിടെ മിസ് ചെയ്തു. ഇവിടെ 2 എന്നൊരാളെ എഴുതിയിട്ടില്ല ഞാൻ. അപ്പോൾ എനിക്ക് കെയുടെ വാല്യൂ കിട്ടി. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ മാത്രമല്ല അവർ പറഞ്ഞിരിക്കുന്നത്. കെ ഇവിടെ ഓർത്ത് വെച്ചാൽ കേട്ടോ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അവർ മാക്സിമം എനർജി കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എനർജിക്ക് നമുക്ക് ഈ വാക്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. അതായത് നമ്മുടെ ഇക്വേഷൻ ഇതില്ലേ, ഇതിൽ കെയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് എ ഓഫ് കെ എന്ന വാക്കിന് പകരം കെ സ്ക്വയർ അല്ലേ, അപ്പോൾ എ ബൈ 2b മൈനസ് ബി ഓഫ് കെ റേസ് ടു 4 എന്ന് പറയുമ്പോൾ എ ബൈ 2b ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം എ സ്ക്വയർ ബൈ 2b മൈനസ് എ സ്ക്വയർ ബി ബൈ 4b സ്ക്വയർ. ഓക്കെ, ഒരു ബിയും കട്ടായി പോയാൽ എ സ്ക്വയർ ബൈ 2b മൈനസ് എ സ്ക്വയർ ബൈ 4b. അപ്പോൾ എന്ത് വരും? ലൈക്ക് എ സ്ക്വയർ ബൈ 4b എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ മാക്സിമം എനർജി, ഇതാണ് നമ്മുടെ കെയുടെ വാല്യൂ. നമ്മളോട് അവർ ചോദിച്ചേക്കുന്നത് മാക്സിമം എനർജിയാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. സോ മാക്സിമം എനർജി ഈസ് എ സ്ക്വയർ ബൈ 2b, എ സ്ക്വയർ ബൈ 4b ആൻഡ് കെ ഈസ് റൂട്ട് എ ബൈ 2b. കോമ ഉണ്ട് അതിനകത്തൊക്കെ കണ്ടോ? എ സ്ക്വയർ ബൈ 4b കോമ റൂട്ട് എ ബൈ 2b. ഇത് തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 51 നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമേ. ക്വസ്റ്റ്യൻ നമ്പർ 52. The potential energy representing the interaction between two atoms is U of R is equal to minus 2 by R raised to 4 plus 3 by R raised to 6. Calculate the equilibrium distance between them and the potential energy in equilibrium. Like ഇതും നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതും നമുക്ക് du by dr is equal to 0 വെച്ച് ഇക്വേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ലൈക്ക് ഒന്നുകൂടെ ഞാൻ പറയാം. നേരത്തെ നമ്മൾ ചെയ്തില്ലേ, de by dk is equal to 0 വെച്ചിട്ട് നമുക്ക് കെയ്ക്ക് ഒരു വാല്യൂ കിട്ടിയില്ലേ, അതുപോലെ തന്നെ du by dr ചെയ്യുക, അതിൽ നിന്ന് du by dr is equal to 0 ചെയ്യുക, അതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ എടുക്കുക, എന്നിട്ട് ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാനപ്പോൾ ആറിൻ്റെ വാല്യൂ എടുത്ത് കാണിക്കാം, ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 52 ആണ്. അപ്പം യു ഓഫ് ആർ അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. യു ഓഫ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് 2 ബൈ ആർ റേസ് ടു 4 പ്ലസ് 3 ബൈ ആർ റേസ് ടു 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡി യു ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു 0 ചെയ്യാം. അതായത് ഡി ബൈ ഡി ആർ ഓഫ് മൈനസ് 2 ബൈ ആർ റേസ് ടു 4 പ്ലസ് 3 ബൈ ആർ റേസ് ടു 6. ഞാനിതിനെ ഒന്ന് ലൈക്ക് ഭംഗിക്ക് എഴുതുവാണേ. മൈനസ് 2 ബൈ ആർ റേസ് ടു മൈനസ് 4 പ്ലസ് 3 ആർ റേസ് ടു മൈനസ് 6. അപ്പോൾ ആൻസർ എന്ത് വരുമെന്ന് അറിയാമോ? 8 ആർ റേസ് ടു മൈനസ് 5 മൈനസ് 18 ആർ റേസ് ടു മൈനസ് 7. ഓക്കെ, നമുക്കിതിനകത്തുനിന്ന് ആർ റേസ് ടു മൈനസ് 7 വെളിയിലെടുത്താൽ ബാക്കി എന്ത് വരും? 8 ആർ റേസ് ടു 2 മൈനസ് 18 is equal to 0. ഓക്കെ, അപ്പം ബാക്കി വരാൻ പോകുന്നത് 8r square minus 18 is equal to 0. 8r square is equal to 18. r square is equal to 18 by 8. 18 by 8 എന്ന് പറയുമ്പോൾ 2 9s are 18, 2 4s are okay. അപ്പോൾ r is equal to plus or minus 3/2, അല്ലെങ്കിൽ 3/2 എന്ന് തന്നെ എടുത്താൽ മതി. അപ്പം ആറിൻ്റെ വാല്യൂ 3/2 കിട്ടിയില്ലേ? ഇനി നമുക്ക് ആറിൻ്റെ വാല്യൂ 3/2 കിട്ടുന്ന 2 ആൻസർ ഉണ്ട്. ഇനി ആ ആറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ലൈക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളും. അപ്പം നമുക്ക് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആറും കിട്ടും, പൊട്ടൻഷ്യൽ എനർജി ഇൻ ഇക്വിലിബ്രിയം കിട്ടും. പൊട്ടൻഷ്യൽ എനർജി ഇൻ ഇക്വിലിബ്രിയം ചോദിച്ചതുകൊണ്ടാണ് du by dr ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 0 വെച്ച് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിന് ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ എ ആണ്. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 53.
If a sample of silicon of thickness 200 micrometer is doped with 10 raised to 23 phosphorus atoms per meter cube, and when kept in a magnetic field of 0.2 Tesla under the passage of a current of 1 milliampere, the whole voltage produced is 6.25 millivolt. ഒരു റീസൺ തന്നിട്ടുണ്ട്, അസേർഷനും തന്നിട്ടുണ്ട്. ഇത് ലൈക്ക് അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. നമുക്ക് റീസൺ ഓഫ് കോഴ്സ് ശരിയാണ്, കാരണം നമ്മളിത് എപ്പോഴും പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഹോൾ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു IB ബൈ നെറ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ലൈക്ക് സിമ്പിൾ പ്രൊസീജിയറാണ്. ഈ മാളത്തെ അസേർഷനിൽ ഇതെല്ലാം തന്നിട്ടുണ്ട്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ IB ബൈ നെറ്റ് എന്ന വാക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഹോൾ വോൾട്ടേജ് 6.25 മില്ലി വോൾട്ട് എന്ന് കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ബോത്ത് യുവർ റീസൺ ആൻഡ് അസേർഷൻ ആർ കറക്റ്റ്. ഇപ്പോൾ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീസൺ കറക്റ്റാണ്, അസേർഷൻ തെറ്റാണ്. ഇതെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കറണ്ട് ഒരു ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. കറണ്ട് എത്രയാണ് തന്നേക്കണേ? ഓരോന്നായിട്ട് പറയാം. 200 മൈക്രോൺ മീറ്റർ ആണ് തിക്നെസ്. ഓക്കെ, 10 raised to 23 ഫോസ്ഫറസ് ആറ്റംസ് എന്ന് പറയുന്നത് അതാണ് N. പിന്നെ എന്താ തന്നിട്ടുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് 0.2 ടെസ്ല എന്ന് പറയുന്നതാണ് B. പാസേജ് ഓഫ് കറണ്ട് I തന്നിട്ടുണ്ട്. ഹോൾ വോൾട്ടേജ് ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇത് ചെയ്യുന്നില്ല, ലൈക്ക് എല്ലാം ഉണ്ടല്ലോ, ബേസിക് കാൽക്കുലേഷൻസേ ഉള്ളൂ. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്ത് വരുമ്പോൾ പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ വരാൻ പോകുന്നത് 6.25 × 10 raised to -5 എന്നാണ് വരാൻ പോകുന്നത്. 5 വോൾട്ട് എന്നാണ് കിട്ടാൻ പോകുന്നത്. അവർക്ക് കിട്ടിയത് ലൈക്ക് ഒറിജിനൽ ആൻസർ ഇതാണ്, ഒറിജിനൽ ആൻസർ. പക്ഷേ അവർക്ക് കിട്ടിയേക്കുന്നത് 6.25 × 10 raised to -3 വോൾട്ട് എന്നാണ് കിട്ടിയത്. ഈ ഒരു വ്യത്യാസത്തിൽ അസേർഷൻ തെറ്റാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ അസേർഷൻ ഇസ് റോങ് ബട്ട് റീസൺ ഇസ് കറക്റ്റ്. ഇത് എവിടെയത്? A is false, R is true. ഇതാണ് നമ്മുടെ ആൻസർ. ആൻഡ് ഓക്കെ, ഇതിനകത്ത് ലോജിക് ഗേറ്റ്സ് നിങ്ങൾ അത്യാവശ്യം പഠിച്ചേക്കേണ്ടത് ഏതൊക്കെയാണെന്നറിയാമോ? ആൻഡ് പഠിച്ചു വെച്ചേക്കണം, ഓറ് പഠിച്ചു വെച്ചേക്കണം, എക്സോറ് പഠിച്ചു വെച്ചേക്കണം, എക്സ്നോറും പഠിച്ചു വെച്ചേക്കണം. ഇതുണ്ടെങ്കിൽ തന്നെ ലൈക്ക് ബാക്കിയെല്ലാം കിട്ടും. ഞാൻ ആദ്യം നിങ്ങൾക്ക് എക്സോറ് പറഞ്ഞുതരാം. എക്സോർ എങ്ങനെയാണ് ഓർത്ത് വെച്ചിരിക്കണമെന്ന് അറിയാമോ? എക്സോർ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഇപ്പം സെയിം ആയിട്ട് വരുവാണെങ്കിൽ ആൻസർ 0 ആയിരിക്കും. എക്സ്ഓർ ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കി എക്സ്നോർ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഒരെണ്ണേ പഠിക്കാവുള്ളൂ, രണ്ടും പഠിച്ച് തിരിഞ്ഞു. ഓക്കെ, എക്സ്ഓർ വരുമ്പോൾ സെയിം ആണ് വരുന്നതെങ്കിൽ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, ഇത് സെയിം ആയിട്ട് വന്നിട്ടുണ്ട് ഇൻപുട്ട്, പക്ഷേ ആൻസർ വേറെ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് എക്സ്നോർ ആണെന്നാണ് അർത്ഥം. അപ്പോൾ എക്സ്നോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളത് പഠിക്കണ്ട, ഞാനത് പറയാണ്, കാരണം എക്സോർ പഠിച്ചു വെച്ചാൽ മതി. എക്സോറിൽ ഇൻപുട്ട് സെയിം ആണെങ്കിൽ ആൻസർ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇൻപുട്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റാണ് എക്സ്നോർ. അപ്പോൾ നോക്കിയേ, ഇൻപുട്ട് ഡിഫറെൻ്റ് ആയപ്പോൾ ആൻസർ 1 വന്നു, ഇൻപുട്ട് സെയിം ആയപ്പോൾ ആൻസർ 1 വന്നു, സെയിം ആയപ്പോൾ ആൻസർ വന്നു, ഇൻപുട്ട് ഡിഫറെൻ്റ് ആയപ്പോൾ ആൻസർ 0 വന്നു. അപ്പോൾ അതുകൊണ്ട് എക്സ്നോറാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 55. ഇത് ലൈക്ക് ചെയ്യാൻ എങ്ങനെ എളുപ്പമെന്നറിയാമോ? നിങ്ങളൊന്നും ഇതിനു വേണ്ടി പഠിച്ചു വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ ഓരോ നിങ്ങൾ ഓരോ ഇൻപുട്ടിലും വാല്യൂസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കറിയാലോ ഇത് ഏതാണെന്നറിയാമല്ലോ. ഇത് ഓറാണ്, ഇത് നോട്ടാണ്, ഇത് ഓറാണ്, ഇത് ആൻഡ് ലൈക്ക് നോട്ടാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം എയ്ക്കും ബിക്കും സിക്കും ഈ തന്നിരിക്കുന്നതിൽ വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. എയ്ക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക, ബിക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക, സിക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ലൈക്ക് എന്താന്ന് നോക്കുക. ഇപ്പം 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ 1 ഇട്ട് കൊടുക്കുക, പല മാറ്റങ്ങൾ വരുത്തി നോക്കുക. അപ്പം അതിനകത്ത് ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നോ അതാണ് നിങ്ങളുടെ ആൻസർ. ലോജിക് ഗേറ്റ്സ് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അതാണ്. ഇതിൻ്റെ ആൻസർ, ഫൈനൽ ആൻസർ ഇതാണ്. A + B + C ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 56.
The slew rate of an op-amp is 2.2 volt per microsecond. If the peak voltage is 14 volt, calculate the power bandwidth. ഇത് ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്ലീവ് റേറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പീക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടത് പവർ ബാൻഡ്വിഡ്ത്ത് ആണ്. Question number 56. സ്ലീവ് റേറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്. സ്ലീവ് റേറ്റിൻ്റെ ഇക്വേഷനാണ് 2πf ഇൻറ്റു പീക്ക് വോൾട്ടേജ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനകത്ത് എല്ലാ വാക്കുകളുണ്ടോ നോക്കട്ടെ. സ്ലീവ് റേറ്റ് തന്നിട്ടുണ്ട് 2.2 തന്നിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു 2π, ബാൻഡ്വിഡ്ത്ത് അറിഞ്ഞുകൂടാ എഫ്. പീക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് 14. സോ ഇതിനകത്തൊന്ന് എഫ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2.2 by 2π14. സോ നമുക്ക് ആൻസർ വരാൻ പോകുന്നത് 0.03 MHz എന്നാണ് ആൻസർ വരാൻ പോകുന്നത്. കൃഷ്ണൻ ഓർത്ത് വെച്ചാൽ മതി സ്ലീവ് റേറ്റിൻ്റെ. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 57. The database width of 204 times like cross 8 bits is like ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതിനകത്ത് 204 ലൊക്കേഷൻസ് ഉണ്ട്. ഓരോ ലൊക്കേഷനിലും 8 ബിറ്റ് വീതം സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഡേറ്റാബേസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ആണ്. Question number 58. Calculate the dynamic resistance of an ideal PN junction diode with a forward current of 10 milliampere at room temperature. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഐഡിയൽ പി എൻ ജംഗ്ഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം എഫിഷ്യൻസി 1 ആണ്. ഫോർവേഡ് കറണ്ട് 10 milliampere 10 times 10⁻³ ഓക്കെ, അത് ചെയ്യാനുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചർ 300 Kelvin യൂസ് ചെയ്യാനുണ്ട്. ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 58. ക്വസ്റ്റ്യൻ നമ്പർ 58 നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡൈനാമിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഡൈനാമിക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനാണ് എഫിഷ്യൻസി /VT/I. കറണ്ട് എന്ന് പറയുന്നത് മില്ലി ആംപിയറിലായിരിക്കണേ. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് എഴുതിയാലോ. ഓക്കെ, എനിക്ക് ഐഡിയൽ പി എൻ ജംഗ്ഷൻ ആയതുകൊണ്ട് ഈറ്റ എന്ന് പറയുന്നത് 1 എടുക്കുക. കറണ്ട് തന്നിട്ടുണ്ട് 10 milliampere എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡൈനാമിക് ലൈക്ക് VT കണ്ടുപിടിക്കണ്ടേ. VT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് kBT/Q ആണ്. KB എന്ന് പറയുമ്പോൾ ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. 1.38 × 10⁻23 ടൈംസ് ടെമ്പറേച്ചർ 300 Kelvin ബൈ ചാർജ് 1.6 × 10⁻90. ഓക്കെ, അതിനോട് ഇട്ട് കൊടുത്താൽ മതി, ഡൈനാമിക് റെസിസ്റ്റൻസ് കിട്ടും. therefore dynamic resistance is equal to 1 into the ഇത്രയും വാല്യൂ 1.38 into 10⁻23 into 300 divided by 1.6 into 10⁻19 ടൈംസ് കറണ്ട് മില്ലി ആംപിയറിൽ 10 ആണ്. കൺവേർട്ട് ചെയ്യല്ലേ, കാരണം മില്ലി ആംപിയർ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാൻ പോകുന്നത് 2.6 ohm എന്ന കിട്ടാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ. (2.6 ohm). The 59th question. The guaranteed accuracy of a 0 to 10 ampere ammeter is 1% of full scale deflection. Estimate the limiting error for a reading of 2.5 ampere. അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 10 വരെയാണ്. ഇതിൽ എറർ വന്നേക്കുന്നത് 1% ആണ്. ലൈക്ക് അക്യുറസി 1% ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആണ്. ലിമിറ്റിംഗ് എറർ ഫോർ എ റീഡിംഗ് ഓഫ് 2.5 ആംപിയർ. നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 59 അക്യുറസി ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഇപ്പം അക്യുറസി തരികയാണെങ്കിൽ അക്യുറസി നമുക്ക് തന്നേക്കുന്നത് ഇപ്പം 1% ഓഫ്
0 to 10 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയാവോ? അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ പറ്റും. അബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഇവർ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് X% ബൈ ഇതിൻ്റെ റീഡിങ് ലൈക്ക് ഫുൾ സ്കെയിൽ ഇൻറ്റു 100. അതായത് X% എന്ന് പറയുമ്പോൾ 1% ബൈ ഇതിൻ്റെ ഫുൾ സ്കെയിൽ എത്ര? 10 ടൈംസ് 100. സോ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് 10 ആണ്. 10 ആണ് അബ്സല്യൂട്ട് എറർ. നമുക്ക് അബ്സല്യൂട്ട് എറർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എററാണ്. പെർസെൻറ്റേജ് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മെഷേർഡ് വാല്യൂ ഇൻറ്റു 100. അപ്പോൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് 10 ആണ്, ബൈ മെഷേർഡ് വാല്യൂ 2.5 ആണ്, ടൈംസ് 100 ചെയ്താൽ മതി. നമുക്ക് ആൻസർ 4% എന്ന് വരും. അപ്പം ക്വസ്റ്റ്യൻ അപ്പോൾ ലൈക്ക് ഇത് മനസ്സിലായി വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് ചെയ്യാം. Question number 60. The form factor of a half wave rectifier. ഫോം ഫാക്ടറിൻ്റെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് π/2 ആട്ടോ. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് π/2√2 ആണ്. ഇന്നത്തെ ഈ വീഡിയോ നിർത്താണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും ഈ പോർഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.